എല്ലാ കൂട്ടുകാരും ഒരു കരിമീൻ മപ്പാസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 1 കിലോ കരിമീൻ 5-6 ഉണ്ട്. നല്ലപോലെ വറുത്തെടുത്ത് വെക്കും. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് തേച്ച്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കശുവണ്ടി പേസ്റ്റ്, 4 സവോള, തക്കാളി, പച്ചമുളക് എല്ലാം ഒരുവിധം കനത്തിൽ അരിഞ്ഞെടുത്ത് വെക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാനിൽ പട്ട, കരയാമ്പൂ, ഏലക്ക അതിട്ട് ഒഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മുരിക്കണം. സവോള അരിഞ്ഞതും പച്ചമുളകും കൂടെ ഇട്ട് വീണ്ടും ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്യണം. അതിൻ്റെ കൂടെ കാഷ്നട്ട് അരച്ചതും കൂടെ ചേർക്കാം. ഇതെല്ലാം ഒന്ന് ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും ഞാൻ വേറെ ഒരു അലുമിനിയം ചട്ടിയിലേക്ക് മാറ്റി. ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കാൻ ഒക്കെ സൗകര്യത്തിന് വേണ്ടി അതും മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി ഒക്കെ ഇട്ടു. പാകത്തിന് ഉപ്പിട്ടോ പിന്നെയും വീണ്ടും നന്നപോലെ മൊരിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്കുമാണ് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്നത്. അപ്പോൾ ഒരു തേങ്ങയുടെ പാൽ 1ഉം 2ഉം എടുത്ത് വെക്കണം. അപ്പോൾ 1-ാം പാൽ ആദ്യം ഒഴിച്ച് തിള വരുമ്പോഴത്തേക്കും 4 തക്കാളി അരിഞ്ഞ് വെച്ചത് അതും കൂടെ ഇട്ട് നല്ലപോലെ ഒരു തിള വരണം. ഈ ചാറ് ഗ്രേവി തിള വരുമ്പോഴത്തേക്കുമാണ് നമ്മൾ കരിമീൻ വറുത്ത് വെച്ചിരിക്കുന്നത് ഓരോന്നെടുത്ത് അതിലേക്ക് ഇടും. ലാസ്റ്റ് 1-ാം പാൽ വിട്ട് തിള വരുമ്പോഴത്തേക്കും ഓഫ് ചെയ്യും. ചാറ് കുറുകി വരുമ്പോഴത്തേക്കും നമ്മുടെ കരിമീൻ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ, അപ്പം, ബ്രെഡ് എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഓക്കേ.